ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തേ സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോ മുഷാദാം നാസേന സദാ നിരക്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മദമ്പതികൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 18-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു വെച്ചത്. ഇതിലംഘിത മര്യാദം തക്ഷക സപ്തമേ ഹനി ദംശതിസ്മകുലാങ്കാരം ശോധിതോ മേ തദ്രുഹം. 17-ാമത്തെ ദിവസം എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ആരാണോ പാമ്പിനെ ഇട്ടത് അയാൾ തക്ഷകം കടിച്ച് മരിക്കട്ടെ എന്നിതാ ഞാൻ ശപിക്കുന്നു. ശൃംഗി എന്നാണ് പുത്രൻ്റെ പേര്, ശമീകൻ എന്നാണ് അച്ഛനായ മഹർഷിയുടെ പേര്. തതോ വേത്യാശ്രമം ബാലോകളെ സർപ്പകളെ വരം പിതരം വീക്ഷ്യ ദുഃഖാർത്തോ മുക്ത കണ്ടോരുരോധ. പിതരം വീക്ഷ്യ, അച്ഛൻ്റെ കഴുത്തിൽ പാമ്പിനെ കണ്ടിട്ട് നമ്മുടെ അണ്ടർസ്റ്റുഡാണ്, വീക്ഷ്യ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദുഃഖിച്ചു, അയ്യോ ഇതാരാണ് എൻ്റെ അച്ഛനെ ഇങ്ങനെ ചെയ്തത്. ആശ്രമം അഭേദ്യ, ആശ്രമത്തിലെത്തിയിട്ട് ഗളെ സർപ്പകളേവരം വീക്ഷ്യ, കഴുത്തിൽ പാമ്പിനെ കണ്ട് ബാല കുട്ടിയായിട്ടുള്ള മകനായിരിക്കുന്ന ശൃംഗി എന്ന മഹർഷി ദുഃഖിതനായി കരഞ്ഞു. ശവ ആംഗിരസോ ബ്രഹ്മൻ ചുത്വാസുതവിലാപനം മുന്മേയില്ല ജനകേർന്നേത്രേ ദുഷ്ട്വാസ്വാംസേ മൃദോരകം. ശവനകാദികളെ ആംഗിരസിൻ്റെ പുത്രനായ ശമീകൻ, ആംഗിരസിൻ്റെ മഹർഷനായിട്ടുള്ള ഈ അച്ഛൻ്റെ അച്ഛനാണ് ശമീകൻ കേട്ടോ. ശമീകൻ അങ്കിരസിൻ്റെ പുത്രനാണ് ശമീകൻ, ശമീകൻ്റെ പുത്രനാണ് ശൃംഗി. ഇങ്ങനെയാണ്. പക്ഷേ ശമീകൻ്റെ അച്ഛനെ പറഞ്ഞിരിക്കണു ഇവിടെ. അങ്കിരസിൻ്റെ പുത്രനായിരിക്കുന്ന ശമീകൻ, കുട്ടിയുടെ അച്ഛൻ, കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് സമാധിയിൽ നിന്ന് ഉണർന്നത്. വിലാപനം കേട്ടിട്ട് ഉണർന്നു സമാധിയിൽ നിന്ന്. ശനകൈർ നേത്രേ ഉന്മീല്യ, സാവധാനം കണ്ണുകളെ തുറന്നിട്ട്, മെഴിച്ചിട്ട് സ്വാംസേ മൃദോരകം ദൃഷ്ട്വ, ഹംസം കഴുത്ത്, തൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കണ്ടിട്ട്, മൃതം ഉരകം മരിച്ച പാമ്പ് അതിനെ കണ്ടിട്ട് എന്ത് ചെയ്തു? വിസൃജ്യ, അതിനെ കളഞ്ഞു. അതിനെ വടിയുണ്ടോ എന്നവർ തോണ്ടി കളഞ്ഞിട്ട് വിസൃജ്യ കുട്ടിയോട് ചോദിക്കണം, വത്സ കസ്മാത് രോദിഷി, നീ എന്തിനാണ് കരയുന്നത്? ശമീകൻ ഒരു പരിഭ്രമവും ഇല്ല, അതിനെ എടുത്ത് കളഞ്ഞു കുളിച്ചാൽ തൻ്റെ ആ ഒരു കാര്യം കഴിഞ്ഞു. പല കാര്യം കൊണ്ട് അശുദ്ധായിക്കൂടെ, ആ കൂട്ടത്തിൽ ഇതായി എന്നേ ഉള്ളൂ, എന്ന് കുളിച്ചാൽ മതി, കാര്യം കഴിഞ്ഞു. നീ എന്തിനാണ് കരയുന്നത്? കസ്മാത് രോദിഷി, നീ എന്തിനാണ് കരയുന്നത്? കേനവാ പ്രതികൃതം, ആരാണ് നിന്നെ ദ്രോഹിച്ചത്? ഇതി പുത്രം പപ്രച്ച, ഇങ്ങനെ പുത്രനോട് ചോദിച്ചു. വിസൃജ്യ പുത്രം പ്രപ്രച്ച, പാമ്പിനെ കളഞ്ഞിട്ട് പുത്രനോട് ചോദിച്ചു. വത്സ കസ്മാത് നിരോധിഷി, നീ എന്തിനാണ് കരയുന്നത്? കേനവാത്തേ പ്രതികൃതം, ആരാ നിനക്ക് ദ്രോഹം ചെയ്തത്? ഇക്തിത്ത സ നിവേദയത്, ചോദിക്കപ്പെട്ടതായിട്ടുള്ള ആ കുട്ടി അച്ഛനോട് മറുപടി പറഞ്ഞു. അടുത്ത ശ്ലോകം. കേനവാത്തേ പ്രതികൃതം, എന്താ നിന്നെ ഉപദ്രവിച്ചത് ആരാണ്? അങ്ങനെ അച്ഛനോട് നിവേദയത് മറുപടി പറഞ്ഞു. നിശമ്യ ശബ്ദം അതതർഹം നരേന്ദ്രം സബ്രാഹ്മണോ നാത്മജമഭ്യനന്ദ. ഒരു പ്രത്യേക വൃത്താണ് കേട്ടോ അവിടെ ഒരു സൂക്ഷിച്ചു വായിക്കേണ്ടത്. നിശമ്യ ശബ്ദം അതതർഹം നരേന്ദ്രം സബ്രാഹ്മണോ നാത്മജമഭ്യനന്ദൽ അഹോപദം കോമഗതജ്ഞതേ കൃതം അൽപീയതി ദ്രോഗ ഉരുദമോധൃത ആണ് വൃത്തം വരിക. അതിന് യോഗ്യനല്ലാത്ത നരേന്ദ്രൻ രാജാവിനെ ശപിച്ചതായിട്ട് അറിഞ്ഞു. കുട്ടിയതൊക്കെ പറഞ്ഞു എന്നവിടെ അണ്ടർസ്റ്റുഡാണ്, പറഞ്ഞുണ്ടാവണം. അല്ലാണ്ട് ശമീകൻ അറിയില്ലല്ലോ. കേട്ടു, നിശമ്യ കേട്ടിട്ട് എന്ത് കേട്ടു?
നരേന്ദ്രൻ അതതർഹം ശബ്ദം. അതതർഹനായിരിക്കുന്ന നരേന്ദ്രനെയാണ് ഇവിടെ ശപിച്ചത്. അതിനെ ശരിക്കും പാടില്ല, ശപിക്കാൻ പാടാത്തതായിട്ടുള്ള കാര്യം ചെയ്തു. ശാപമർഹിക്കാത്ത രാജാവിനെ ശപിച്ചു. അതതർഹം നരേന്ദ്രൻ ശബ്ദം നിശമ്യ. രാജാവിനെയാണ് ശപിച്ചത്, ഏതെങ്കിലും ഒരാളല്ലല്ലോ രാജാവ് പറഞ്ഞ. ശമീകൻ എന്താ പറഞ്ഞത്? സ ബ്രാഹ്മണോ നാത്മജമഭ്യനന്ദ അഭിനന്ദിച്ചില്ല. നമ്മുടെ കുട്ടിയാണെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. നീ അതാ ചെയ്തത്, നന്നായില്ല കേട്ടോ, അങ്ങനെയല്ല വേണ്ടിയിരുന്ന, മേലാ ഉണ്ടാവരുത്. ചില ആൾക്കാർ അങ്ങനെ, അച്ഛനാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്താലും അതിനൊക്കെ ന്യായീകരിക്കണ സ്വഭാവം ഉണ്ട് ഈ ലോകത്തിൽ, അല്ലേ? തൻ്റെ കുട്ടി ഇതൊക്കെ ശരി, തെറ്റാണെങ്കിലും അതിനെ ശരിയാക്കി പറയുക, ശരിയല്ല. തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാനുള്ള ആർജവം അച്ഛനാണെങ്കിലും അധികാരമുള്ളവർക്കൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് ന മജം അഭ്യനന്ദൻ, തൻ്റെ പുത്രനെ അഭിനന്ദിച്ചില്ല. ഇത് ശരിയായില്ല കുട്ടി. അഹോബദാം കോമകതജ്ഞതേ കൃതം. അജ്ഞത്വമാണ് നീ ചെയ്തത്, മഹത്തായ തെറ്റാണ് നീ ചെയ്തത്, അജ്ഞത്വം. അൽപീയതി ദ്രോഗുരുദമോധൃത. അജ്ഞ, അറിവില്ലാത്തവനെ, മഹത്തായ പാപമാണ് ഇപ്പോൾ നീ ചെയ്തത്. രാജാവിനെ ശപിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. വേറൊരാൾ രാജാവാണെച്ചാൽ 4 പുത്രന്മാരുണ്ട്. പക്ഷെ അവരൊന്നും ഭരിക്കാനുള്ളതോടൊപ്പം പ്രാപ്തിപ്രായമോ ആയിട്ടില്ല. അപ്പം ഇനി എന്താ ഉണ്ടാവുക? അനാഥത്വം ഉണ്ടാവും, അല്ലേ? പകരം ഒരു രാജാവോടെ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ പരീക്ഷത്തിൻ്റെ പുത്രനാവണ്ടേ? അപ്പം അതൊക്കെ തൽക്കാലം രാജ്യത്ത് രാജാവില്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. ഏതെങ്കിലും ഒരാൾ മരിച്ച പോലെയല്ല രാജാവ് മരിച്ച, എത്രയും പ്രജകൾ അനാഥരായി തീരുന്നു. അതുകൊണ്ട് അഹോബദാം കോമകദാജ്ഞതേ കൃതം. അഹോ മഹദജ്ഞതേ കൃതം. തേ അജ്ഞ മഹദജ്ഞ കൃതം. നീ വലിയ അജ്ഞത്വം, തെറ്റ് ചെയ്തു. അൽപീയസി ദ്രോഹ ഉരുദ്രമോധൃത. ദ്രോഹത്തിൽ നിന്നാൽ മഹത്തായ ദണ്ഡം ചെയ്യപ്പെട്ടു. മഹത്തായിരിക്കുന്ന ദണ്ഡമാണ് ചെയ്തത്. അൽപീയസി ദ്രോഹത്തിൽ, എനിക്ക് ചെയ്ത ചെറിയൊരു തെറ്റാണ് രാജാവ്. അപ്പം രാജാവ് ചെയ്ത അൽപീയസി ദ്രോഹത്തിന്, അൽപീയസി ആയിട്ടുള്ള ദ്രോഹത്തിന് നീ എന്ത് ചെയ്തു? ഉരുർദ്ധമോധൃത, വലിയ ശിക്ഷയാണ് കൊടുത്തത്. ചെറിയ തെറ്റിന് ചെറിയ ശിക്ഷയും വലിയ തെറ്റിന് വലിയ ശിക്ഷ, അങ്ങനെയല്ലേ വേണ്ടത്? ഇപ്പം ചെറിയ തെറ്റിന് വലുതാക്കിയിട്ട് ശിക്ഷിക്കുകയാണ് ചെയ്തത്. മരണശിക്ഷയ്ക്ക് രാജാവിനെ വിധിച്ചു. ശരിയായോ? ഞാൻ ഇപ്പം മരിച്ചിട്ടില്ലല്ലോ, കാരണം അത് ചത്ത പാമ്പാണ്. ജീവനുള്ള പാമ്പാണെന്ന് വെച്ചാൽ കുറേ കൂടി അപകടം ഉണ്ടായിരുന്നു. ചത്ത പാമ്പ് കഴിഞ്ഞെടുത്ത് കുളിച്ചാൽ എൻ്റെ കാര്യം കഴിഞ്ഞു. പക്ഷേ ഈ ശാപം നീ എങ്ങനെ തിരിച്ചെടുക്കും? അപ്പോൾ എനിക്ക് പരിഹാരമുള്ള തെറ്റ് അയാളെ ചെയ്തിട്ടുള്ളൂ രാജാവ്. നീയോ തിരിച്ചെടുക്കാനും പരിഹാരം ഇല്ലാത്തതുമായിട്ടുള്ള തെറ്റ് ചെയ്തു. ഇത് നിൻ്റെ ഭാഗത്ത് അപരാധമാണ് സംഭവിച്ചത്. നവൈ നൃബർ നരദേവം പരാക്യം സമ്മാതുമറക്കർത്തവിപക്വബുദ്ധേ. പക്വത ഇല്ലാത്ത കുട്ടി, ബുദ്ധേ, ബുദ്ധിയോടുകൂടിയവനെ എന്ന് വിളിക്കുകയാണ്. അവിപക്വബുദ്ധേ, പരൻ എന്ന ആക്യത്തോടു കൂടിയിട്ടുള്ള രാജാവിനെ. എന്താ പരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. രാജാ പ്രത്യക്ഷ ദൈവതം ഒരു കാലത്ത് വിശ്വസിച്ചിരുന്ന ഈശ്വരനായിട്ടുള്ള രാജാവിനെ ദ്രോഹിച്ചത് കൊണ്ട് നീ ഈശ്വരദ്രോഹം ചെയ്ത പാപം നിനക്കുണ്ടാവും. നൃപി, മനുഷ്യരോട് സമ്മാതും സമനായിട്ട് കരുതാൻ പാടില്ല. ന എന്നുണ്ട് അവിടെ, ന അർഹസി. ന നൃപി നരദേവം സമ്മാതുമർഹസി. നരദേവനെ, ഈശ്വരനെ മനുഷ്യനായിട്ട് കാണാൻ പാടില്ല. അതുകൊണ്ട് നീ തെറ്റ് ചെയ്തിരിക്കണു. ഏ തേജസ്വിഷകേണ ഗുപ്ത വിന്ദന്തിപത്രണ്ണഗതോപയ പ്രജ. ഏതൊരു രാജാവിൻ്റെ ശക്തി കൊണ്ടാണ് പ്രജകൾ ഭയമില്ലാതെ ഇവിടെ ജീവിക്കണത്. ഭദ്രാണി, അവർക്ക് ക്ഷേമകർമ്മങ്ങൾ ചെയ്ത് തൊഴിൽ ചെയ്യുക, ജോലി ചെയ്യുക, സമ്പാദിക്കുക, ജീവിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ഒരു രാജാവ് ഉണ്ടാവുന്നു. രാജാവിടെ നിയമം നടപ്പാക്കൊണ്ടല്ലേ? അപ്പം അതുകൊണ്ട് നീ വലിയ തെറ്റാണ് ചെയ്തത്. നബേ നബ നരദേവം പരാക്യം. പരാക്യൻ ഈശ്വരൻ. ഈശ്വരതുല്യനായിട്ടുള്ള രാജാവിനെ നീ സമ്മാതുമർഹസി ന, മനുഷ്യനായിട്ട് കണ്ടത് ശരിയായിരുന്നു. സമ്മാതുമർഹസി, മനുഷ്യനായിട്ട് സമമായി കാണുക, അത് തെറ്റായിപ്പോയി. അവിപക്വബുദ്ധി, നിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഏതൊരു തേജസ് കൊണ്ടാണ്
ജനങ്ങൾ ഇവിടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കഴിഞ്ഞുകൂടുന്നത്, അവനാണ് രാജാവ്. ഈ തേജസ ദുർവിഷഹേണ ഗുപ്ത രക്ഷിക്കപ്പെടുകയാണ്. രാജാവ് രക്ഷിക്കുകയാണ്. പ്രജകൾ രാജാവിനാൽ രക്ഷിക്കപ്പെടുന്നു. ആ രാജാവിനാൽ രക്ഷിക്കപ്പെടുന്ന പ്രജകളെ നീ അനാഥരാക്കി. യ തേജസ ദുർവിഷഹേണ ഗുപ്ത വിന്ദന്തി ഭദ്രാണ്യകുതോഭയ പ്രജ. ഭദ്രകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ അനുഷ്ഠിച്ച അകുതോഭയ ഭയമില്ലാത്ത, വിപരീതമായി അകുതം ചേർത്ത അതിൻ്റെ ഓപ്പോസിറ്റ് ഭയം ഇല്ലാത്തവരായിട്ട് പ്രജകൾ ജീവിക്കുകയായിരുന്നു. നല്ല ഭരണമായിരുന്നു രാജാവിൻ്റെ. ഇങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചിട്ട് ചെറിയ ശിക്ഷ വല്ലതും കൊടുക്കാം, അല്ലാതെ ഇങ്ങനെയുള്ള ശിക്ഷയാണോ കൊടുക്കുക? അലക്ഷ്യമാണേ നരദേവ നാംനീ രഥാംഗമാണാവയമംഗലോക തഥാ കിശോര പ്രജുരോ വിനക്ഷ്യത്യരക്ഷ്യമാണോ അവിവരൂധവക്ഷണാൻ. നരദേവൻ എന്ന് പേരുള്ള രാജാവ്, ഈശ്വരൻ എന്ന് പറഞ്ഞ രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശ്വരൻ്റെ വേറൊരു പേരാണെന്നാണ് സഹസ്രനാമത്തിൽ നോക്കി. ഭഗവാൻ ഈശ്വരൻ എന്നുള്ള രാജാവ് എന്നുള്ള പേര് പലപ്പോഴും കാണാം. ഈശൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? രാജാവ് എന്നർത്ഥമാണ്. ഒരു പ്രദേശത്തെ അധിപനാത്രേ ഈശൻ എന്ന് പറയുക. ഈശൻ എന്ന് ഭഗവാൻ വരിയായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നരദേവ നാംനി, നരദേവൻ എന്ന പേര് മാത്രമാണ്. സത്യത്തിലത് ഈശ്വരനാണ്, രഥാംഗപാണിയാണ്, ഈശ്വരനാണ്. ആ ഈശ്വരൻ നോക്കാതിരിക്കുക, കാണപ്പെടാതിരിക്കുക, അങ്ങനെ ആവുമ്പോൾ അംഗ ബാല ശ്രേഷ്ഠ അയം ലോക, ഈ ലോകം എങ്ങനെയായിട്ട് മാറും? തദാഹി, അപ്പോൾ തന്നെ ചോരപ്രചുര, കള്ളന്മാർ കൂടും. കള്ളൻ, ചോരന്മാർ വർദ്ധിക്കും. നോക്കാളുണ്ടെങ്കിലും പോലീസ് ഉണ്ടെങ്കിലും അല്ലേ കള്ളന്മാരില്ലാണ്ടാവുള്ളൂ. അധികരിച്ച ചോരന്മാരോട് കൂടിയതായിട്ട് ഏത് പ്രകാരത്തിൽ അരക്ഷ്യമാണ്, അരക്ഷിതാവസ്ഥയിലെത്തും തന്നെ അർത്ഥം. അരക്ഷിതാവസ്ഥയിൽ ആയിത്തീരും. ഏതുപോലെ? അവിവരൂധവത്, ഇടയൻ ഇല്ലാത്ത എന്നവിടെ അണ്ടർസ്റ്റുഡ് ആട്ടോ. ഇടയൻ ഇല്ലാത്ത ആട്ടിൻകൂട്ടത്തിനെ പോലെ. ആട്ടിൻകൂട്ടത്തിനെ ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോവാണ് ഇടയനാണ് പോയാൽ അത് ചെന്നായുടെ വായെ ചെന്ന് വിടും, സിംഹത്തിൻ്റെ വായെ ചെന്ന് വിടും, അതിലൊരു പിടിച്ചുകൊണ്ട് പോകും, ഉപദ്രവിക്കും ഇല്ലേ. ആ ആടിനെ നോക്കണത് ആരാ? ഇടയനാണ്. ഇടയൻ്റെ വടിയിലും അവൻ്റെ നിയന്ത്രണത്തിലുമാണ് ആട്. സുരക്ഷിതരാണ്. ഒന്നും ആടിന് സംഭവിക്കാണ്ട് ഇടയൻ നോക്കുന്നു. ഇല്ലെങ്കിൽ അവിവരൂധവത്, ആടുകളെ ഇടയനില്ലാത്ത ആടുകളെ പോലെ അനാഥരാവില്ലേ കുട്ടി? അരക്ഷ്യമാണോ, വിവരല്ല കേട്ടോ, അവിന്ന് ചേർക്കുന്ന വേണം. അവിവരൂധവത് അരക്ഷ്യമാണോ, വിനക്ഷ്യതി പ്ലസ് ഇതി അരക്ഷ്യമാണ്. വിനക്ഷ്യതി അരക്ഷ്യമാണ്, അതാണ് വിനക്ഷ്യത്യ അരക്ഷ്യമാണ് എന്നാവണത്. വിനക്ഷ്യത്യരി, ഇവിടെയൊക്കെ ക്ഷിയ എന്നുള്ളടത്തും ഗിയ കൂട്ടുണ്ട്, ത്യ എന്നുള്ളടത്തുണ്ട്. വിനക്ഷ്യത്യരി അരക്ഷ്യ, 3 കിയ കൂട്ടുണ്ട്, നോക്കണം. അതിക്കകത്തിൽ വന്നിട്ട് യഥാഹി ചോരപ്രചുരോ വിനക്ഷ്യത്യ അരക്ഷ്യമാണോ, വിനക്ഷ്യത്യ അരക്ഷ്യമാണോ അവിവരൂധവത് ക്ഷണാൻ. അവിവരൂധവത് ആടിനെ പോലെ, അവിവരൂധം, വിവരൂതല്ല, അവിവരൂധവത് ക്ഷണാത്. രാജാവില്ലെങ്കിൽ പെട്ടെന്ന് പ്രജകൾ ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടങ്ങളെ പോലെ ആയിത്തീരും. വിനക്ഷ്യത്തി നശിക്കുക, വിനക്ഷ്യത്തി പ്ലസ് അരക്ഷ്യമാണ്, വിനക്ഷ്യത്യരക്ഷ്യമാണ്, വിനക്ഷ്യത്യരക്ഷ്യമാണ്. വിനക്ഷ്യതി പ്ലസ് അരക്ഷ്യമാണ്, വിനക്ഷ്യത്യരക്ഷ്യമാണ്. സൂക്ഷിച്ച് വായിക്കേണ്ട ഒരു വിഷയമാണ്. തഥാ കിചോരപ്രചുരോ വിനക്ഷ്യത്യരക്ഷ്യമാണോ അവിവരൂധവക്ഷണാൻ. വിനക്ഷ്യത്യരക്ഷ്യ വിനക്ഷ എന്ന് വായിക്കും പലരും. ഏതെങ്കിലും ഒരു ഗിയാക്കൂട്ടം തെറ്റി വായിക്കും, അതാണ് അതിൻ്റെ ഒരു ദോഷം. വിനക്ഷ്യത്യരക്ഷ്യമാണ്. ഒന്നും കൂടി പറയാം, വിനക്ഷ്യത്യരക്ഷ്യമാണ്. 3 ഗിയാക്കൂട്ടം ഉച്ചരിക്കണം. തദത്തന പാപമുപേത്യനന്വയം
എന്നഷ്ടനാഥസ്യ വസോർവിലുംബകാത് പരസ്പരം ഗ്രന്ഥിശബന്ധി വൃഞ്ചതേ പശുൻ ത്രിയോർത്താൻ പുരുതസ്യ ഭോജന. പറയണം, അതുകൊണ്ട് ഇപ്പോൾ വിസർഗം നമ്മൾക്ക് നഷ്ടനാഥസ്യ രാജാവില്ലാത്തവരായതാണ് നഷ്ടനാഥന്മാരായി നമ്മൾ. നാഥനോട് കൂടിയ ലോകത്തിൻ്റെ വസു പ്രഭു, വസുവിൻ്റെ വിലുംബകാത് അപഹർത്താവ് നിമിത്തം ഉള്ള പാപം വന്നിരിക്കുന്നു. ഒരു സാധനമല്ല അപഹരിച്ചിരിക്കുന്നത്. ആരെയാ ഇവിടെ ഇല്ലാണ്ടാക്കിയ അപഹരിക്കുക പറഞ്ഞാൽ ഇല്ലാണ്ടാക്കുക. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനെ നീ ഇല്ലാണ്ടാക്കി. ചെറിയ കാര്യമില്ല. ആ സാമ്രാജ്യമാണ് എടുത്തതെങ്കിൽ അടക്കം ഇരിക്കട്ടെ, കാരണം പ്രജകൾക്ക് അപ്പോഴും നാഥം ഉണ്ടാവുമല്ലോ. തട്ടിയെടുത്താലും പുതിയ രാജാവെങ്കിലും ഉണ്ടാവും. ഇത് അതുമല്ല, ഈ രാജാവിനെ കണ്ട് ഇല്ലാണ്ടാക്കി. പകരം ആരെങ്കിലും അവിടെ അവരോധിച്ചുവോ? ഇല്ലാനും. അപ്പം വിലുംബകം അപഹാരം, ഇല്ലാണ്ടാക്കുക, രാജാവിനെ നിഷ്കാസനം ചെയ്യുക എന്ന വലിയ പാപം, അനന്വയം നമുക്ക് വേണ്ടി വന്നിരിക്കുന്നു. തദത്യന പാപമുപേത്യ അനന്വയം, വലിയ പാപത്തെ പ്രാപിച്ചിരിക്കുന്നു. ഏതിൽ കൂടെ? നഷ്ടനാഥസ്യ വസു പ്രഭു, ഭൂമിയുടെ പ്രഭുവിനെ നഷ്ടനാഥത്തില്ലാണ്ടാക്കിയത് കൊണ്ട് പരസ്പരം ഘ്നന്തിശബന്ധി വൃഞ്ചത്തെ പറയണം, ഉപേത പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ജന പരസ്പരം അന്യോന്യം ഘ്നന്തി, രാജാവ് നോക്കാൻ ഇല്ലെങ്കിൽ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടത്താൻ തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ തുടങ്ങും. പരസ്പരം ഘ്നന്തി, ഓരോ കാരണവശാൽ ഒരാൾ മറ്റാളെ കൊല്ലാനും പിടിക്കാനൊക്കെ തുടങ്ങിയാൽ ഇവിടെ എന്താവും സമാധാനാവസ്ഥ? പരസ്പരം ഘ്നന്തി ശബന്തി, ശപിക്കുക, വൃഞ്ചതി, അതുകൊണ്ട് അപഹരിക്കുക, സ്ത്രീകളെ അപഹരിക്കുക. എന്തിനെയൊക്കെ അപഹരിക്കണത്? വൃഞ്ചതേ, അപ്പുറത്ത് വരുന്ന കാര്യങ്ങളാണ് വേണ്ടത്. പശുക്കളെ മോട്ടിക്കുക, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുക, അർത്ഥാൻ പണം കട്ടെടുക്കുക, പട്ടിപ്പറിക്കുക. പുരുതസ്യ ഭോജന പരസ്പരം ഗ്രന്ഥിശബന്ധി വൃഞ്ചതേ, പരസ്പരം കൊന്നിട്ടും ചപിച്ചിട്ടും പിന്നെയോ മേൽ പറയുന്നതിനെയൊക്കെ തട്ടിയെടുക്കുക. വൃഞ്ചതേ, എന്തിനെയാ? പശൂൻ സ്ത്രീയോ അർത്ഥാൻ, പശുക്കൾ, മുതൽ, സ്വർണം, അർത്ഥം, സ്ത്രീകളടക്കം തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു. വൃഞ്ചതേ, ആര്? പുരുതസ്യ ഭോജന, കള്ളന്മാർ. ഇതൊക്കെ ഇനി ഇവിടെ ഉണ്ടാവാൻ പോവുകയാണ് രാജാവ് ഇല്ലെങ്കിൽ. തദത്യന ആ പാപം നമ്മളെ ഏൽക്കണ്ടേ കുട്ടി. പാപമുപേത്യ അനന്വയം എൻ നഷ്ടനാഥസ്യ, എന്നഷ്ടയില്ല കേട്ടോ, എന്നാന്ന് വായിക്കരുത്, നഷ്ടാവുകയാണ്. നഷ്ടനാഥസ്യ വസോർബിലുംബക പരസ്പരം ഘ്നന്തിശബന്ധി, അവിടെ നിർത്തണം. പിന്നെ വൃഞ്ചതേ പശൂൻ ത്രിയോ അർത്ഥാൻ, ആ വൃഞ്ചതേ അടുത്തേക്ക് ചേർക്കണം. വൃഞ്ചതേ തട്ടിയെടുക്കുക. എന്തിനെയൊക്കെ തട്ടിയെടുക്കണം എന്നാണ് പറഞ്ഞത്. വൃഞ്ചതേ പശൂൻ ത്രിയോ അർത്ഥാൻ പുരുതസ്യ ഭോജന, കർത്താവിനെ അവസാനം പറഞ്ഞു എന്നേ ഉള്ളൂ. തദാര്യധർമ്മച്ച വിലീയതേ നൃണാം വർണ്ണാക്ഷമാചാരയുധത്രയീമയ തദോർത്തകാമാപി നിവേശിതാത്മനാം ശുരാങ്കബീനാം ഇവ വർണ്ണസങ്കരാം. ഇനി അതുകൊണ്ടുണ്ടാവുന്ന ഭാവിദോഷങ്ങൾ എന്തൊക്കെയാ? അത് ഹേതുവായിട്ട് വർണ്ണാശ്രമാചാരയുധ, വർണ്ണാശ്രമധർമ്മങ്ങളുടെ ആചാരങ്ങൾ ത്രയീമയ, വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ത്രയീമയ എന്ന വാക്കിൻ്റെ അർത്ഥം. അതില്ലാണ്ടാവും. ആര്യധർമ്മ, ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം ഇല്ലാതെയാകും. വിലീയത്തെ, ഇല്ലാതാവും. ആര്യധർമ്മച്ച വിലീയതേ, മഹാന്മാരും മഹത്തുക്കളും ശ്രേഷ്ഠരും ആചരിക്കേണ്ട ധർമ്മങ്ങൾ വിലീയതേ, നഷ്ടപ്പെടുന്നു. തിരോധാനം, ധർമ്മം ഇല്ലാണ്ടാവണു. ചുരുക്കം, വർണ്ണാശ്രമാചാരയുധ ത്രയീമയ, വേദത്തിൽ പറയപ്പെട്ട വർണ്ണാശ്രമധർമ്മങ്ങൾ ആചരിക്കാതെ വരുന്നു.
എപ്പോഴും അത് വേണമെന്നാണ്. രാമൻ്റെ ഭരണം പറയുമ്പോൾ വർണ്ണാശ്രമാചാരങ്ങൾ തനിക്കുള്ളതൊക്കെ ശരിക്കാൻ ഇട്ടിച്ചിരുന്നു. അത് ലോകത്തിൻ്റെ ശരിയായ നടത്തിപ്പിന് ആവശ്യമാണ്. അതിവിടെ ഇനി ഉണ്ടാവില്ലല്ലോ. തതോർത്ഥകാമാൻ അഭിനിവേശിതാത്മനാം, അർത്ഥങ്ങളും കാമങ്ങളും അത്യാഗ്രഹമുള്ള മനസ്സോടുകൂടിയ മനുഷ്യൻ്റെ ഇടയിൽ വർണ്ണസങ്കരം സംഭവിക്കും. ഇന്ന ജാതിയെ തന്നെ കല്യാണം കഴിക്കണം എന്ന ഒരു വ്യവസ്ഥ ഇല്ലാതാവുന്നു. പുരോഗമന ചിന്താഗതിക്കാർ പറയും അതുകൊണ്ട് ഇപ്പോൾ എന്താ തെറ്റെന്നല്ലേ. പക്ഷെ അത് നമ്മുടെ ധർമ്മപ്രകാരം പലതിക്കലും പറയുന്നുണ്ട്. അതാത് വർണ്ണത്തിൽ ഭാര്യയെ സ്വീകരിക്കുമ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർ അതാത് വർണ്ണത്തിലുള്ളവരെന്നെ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് വ്യവസ്ഥ. അത് ആണ് വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. സ്വധർമ്മം സവർണാം എന്ന് പറയേണ്ട പലതിക്കലും. സവർണയായിട്ടുള്ള പത്നി എന്ന് പറഞ്ഞാൽ തൻ്റെ കുലത്തിൽപ്പെട്ട, തൻ്റെ വർണ്ണത്തിൽപ്പെട്ട, അത് മാറ്റി ഇവിടെ ഉണ്ടാവും. തോന്നിയത് കാട്ടാവുന്നാവും. അപ്പം അത് കാണാമല്ലേ. തോന്നിയത് കാണിച്ച് എന്താ വെച്ചാൽ ആർക്കാരെയും വേണമെങ്കിലും വിവാഹം കഴിക്കാൻ അതിന് നോട്ടോ കാര്യങ്ങളും ഇല്ലാണ്ടാവും. അപ്പോൾ വർണ്ണസങ്കരം സംഭവിക്കും. വർണ്ണസങ്കരം സംഭവിച്ചാൽ എന്താ ദോഷം? വളരെ ദോഷം എന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ ഈ ലോകം പെട്ടെന്ന് തയ്യാറാവണമെന്നില്ല. കാരണം ഈ ലോകത്തിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. അത് ചിലപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നല്ല. ഞങ്ങളുടെ നാട്ടിലൊരു ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു. അയാൾ മരിച്ചു പോയിണ്ടാവും. അയാൾ നായർ സ്ത്രീയെ വിവാഹം കഴിച്ചു. 6 മക്കളും ഉണ്ടായിരുന്നു. കുറേ പെൺകുട്ടികൾ ആരും അവരെ കല്യാണം കഴിക്കണില്ല. അമ്മ ചേട്ടനാണ്, അമ്മ ക്രിസ്ത്യാനിയാണ്, അല്ല അച്ഛൻ ക്രിസ്ത്യാനിയാണ്, അമ്മ നായർ സ്ത്രീയാണ്. നായർ കുലത്തിലുള്ളവരും എടുത്തില്ല. ഞങ്ങൾ നാട് വിടുന്നവരെ അവർ കല്യാണം കഴിക്കില്ല. എത്രയോ പ്രായമായിട്ടിരിക്കുക. ആലോചിച്ച് നോക്കൂ, പാപമല്ലേ ചെയ്യുന്നത്? എന്താണ് വർണ്ണം മാറിയ കുഴപ്പം എന്ന് നമ്മൾ ചോദിക്കും. തന്നെ കുഴപ്പം. ലോകം മാറണില്ല, നമ്മളെ മാറണുള്ളൂ. അപ്പം നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ കുട്ടികളാണ് അനുഭവിക്കുന്നത്. ആ ക്രിസ്ത്യാനിക്ക് ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ വിവാഹം കഴിച്ച എന്താ കുഴപ്പം? അത് ചോദിക്കട്ടെ. നമ്മൾ ചോദിക്കേണ്ടത് തിരിച്ചായ എന്താ കുഴപ്പമെന്ന്. അതൊന്ന് ചിരിച്ച് ചോദ്യം ചോദിച്ചു നോക്കൂ. ഏതാ കുഴപ്പം? തിരിച്ചുള്ള ജാതിയെ കല്യാണം കഴിക്കണതല്ലേ കുഴപ്പം? ഇത്രയും മക്കളെ അനാഥരാക്കി അവരുടെ ജീവിതം പാഴായോ? അപ്പോൾ ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കുക, നായരെ കല്യാണം കഴിക്കുക, അതിലെന്താണ് തെറ്റ്? അതിലെന്താ തെറ്റ്? അതൊന്നും ആലോചിച്ച് നോക്കൂ. എന്തിനീ ഒരു പ്രശ്നമില്ലാത്തതിനെ കൊണ്ടുപോയിട്ട് എന്തിനാ മാറ്റാൻ നിൽക്കണം? അതങ്ങനെ മാറ്റുമ്പോൾ ആ കുട്ടികൾ അനാഥരാവുകയാണെന്ന് എന്തുകൊണ്ട് ചിന്തിക്കണില്ല? അതിന് പ്രശ്നമുണ്ടേ. ആ കുട്ടികളെ ആരും സ്വീകരിക്കില്ല. ലോകം മാറുന്നില്ല, അത് ചിന്തിച്ചോളൂ. എത്ര ജാതി വ്യവസ്ഥ ഇല്ല എന്ന് പറഞ്ഞാലും SNDP, നായർ സമുദായം, NSS, നമ്പൂരി സമുദായം, വാര്യർ സമാജം കുറവൊന്നുമില്ല കേട്ടോ. യോഗക്ഷേമ സഭ, പുലയർ സമാജം, പിഷാരടി സമാജം അടക്കം ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? ഏത് സമാജം ഇവിടെ ഇല്ലാത്ത? വിശ്വകർമ്മ സമാജം അടക്കമുണ്ട്. ഞാനിപ്പോൾ അത് ശരിയാണെന്ന് ബാധിക്കുന്നില്ല. പക്ഷേ അതങ്ങനെയാണ്. വാദിച്ചാലും വാദിച്ചില്ലെങ്കിൽ വാദമല്ലല്ലോ നമുക്ക് വിഷയം. ഇവിടെ എന്താണ് നടക്കുന്നത്? ജാതീയത ഒരു പരിധിവരെ ലോകത്തിലുണ്ടാവും. അപ്പോൾ ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ മക്കളെ അനാഥരാക്കരുത്. ഞാൻ ആ ഒരു പോയിൻ്റേ പറയുന്നുള്ളൂ. മറ്റൊന്നും തെറ്റൊന്നുമില്ല തന്നെ കൂട്ടാം. ഈ മക്കളെ ആര് സ്വീകരിക്കും? പെൺകുട്ടികളെ വിശേഷിച്ചും. ആ ആൺകുട്ടികൾക്ക് ചിലപ്പോൾ പെണ്ണിനെ കിട്ടാനും വിഷമായി എന്ന് വരും. ഇങ്ങനെ ഒരു പ്രതിസന്ധി എന്തിന് സൃഷ്ടിക്കണം? എന്താ ആവശ്യം? ആരുടെയും നായരെയും കല്യാണം കഴിച്ചാൽ ലോകം ഇടിഞ്ഞു വീഴുമോ? അപ്പോൾ അവരുടെ മക്കൾ സുഖമായിട്ടിരിക്കും. അതല്ലേ വേണ്ടത്? അതാണ് ഈ വർണ്ണാശ്രമ ധർമ്മങ്ങൾ തനിക്കുള്ളത് അനുഷ്ഠിക്കണം എന്ന് പറയണതിൻ്റെ പൊരുൾ ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. മക്കളെ അനാഥരാക്കരുത്. ആവശ്യമില്ലാത്ത മാറ്റങ്ങൾ വരുത്തണ്ട എന്നർത്ഥം. വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കോളൂ. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ജാതിയുടെ പേരിലുള്ള ശരിയല്ലാത്ത ആചാരങ്ങൾ മാറ്റുന്ന വേണം. പക്ഷേ വിവാഹം കഴിക്കേണ്ട കാര്യത്തിൽ എന്തിനാണ് അത് മാറ്റണത്? അതൊരു ദുരാചാരമൊന്നുമല്ല. ഒരു നായരെ കല്യാണം കഴിച്ചു, വേറൊരു കല്യാണം കഴിച്ചതുകൊണ്ട് ഒരു ദോഷവും ആർക്കും വരാൻ പോകുന്നില്ല. പിന്നെ അതിനെ എന്തിനാണ്
മാറ്റാൻ നിൽക്കണം? ദോഷമുള്ളതിനല്ലേ മാറ്റുണ്ടു. ഇതാണ് ഇവിടെ പറഞ്ഞത്രേ. പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ വർണ്ണാശ്രമാചാരയുധ ത്രൈമയ. എന്താണ് ഇപ്പം ഈ മിശ്രവിവാഹത്തിൽ ദോഷം എന്ന് ചോദ്യം ഉണ്ടല്ലോ. ദോഷമേ ഉള്ളൂ, ഒരു ഗുണമില്ല എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഇവിടെ ഇനിയിപ്പോൾ ഉണ്ടാവും. ധർമ്മപാലോ നരപതിസ്തമ്രാ മൃഗച്ഛവ സാക്ഷാൻ മഹാഭാഗവതോ രാജർഷികയമേതശാട്. ധർമ്മപാലോ നരപതി സതുസമ്രാട് മൃഗച്ഛവാഹ സാക്ഷാത് മഹാഭാഗവതോ രാജർഷി കയമേതയാണ്. ആ രാജാവ് ധർമ്മത്തെ രക്ഷിക്കുന്നവനും വലിയ യശസ് നേടിയ ചക്രവർത്തിയും ആയിരുന്നു. അവനെയാണ് നീ ഇപ്പോൾ സ്ഥാനഭ്രഷ്ടൻ ആക്കിയത്. എന്തിനാണ് അദ്ദേഹം എന്നെ ശപിച്ചത്? ശമീകൻ ചോദിക്കുകയാണ്. വിശന്നിട്ടല്ലേ? അതിൽ തെറ്റ് കാണാൻ പാടുമോ? ക്ഷുത്തക്ഷമയുതോ ദീനോ. ക്ഷുത്ത വിശപ്പ്, തൃട്ട് ദാഹം, രണ്ടുകൊണ്ടും ക്ഷീണിച്ചാൽ ദേഷ്യം വന്നതിന് ന്യായീകരണമുണ്ട്. രാജാവാണ് താനും, അധികാരമുണ്ട്. നമ്മളെ കൊന്നില്ലല്ലോ, സത്യഭാമിനെ എടുത്ത് കത്തിയിട്ടല്ലോ, വധിച്ചില്ലേ ആ രാജാവ്. പക്ഷേ നീ രാജാവിനെ വധിച്ചു. അപ്പം ചെറിയൊരു തെറ്റിന് നീ ചെയ്ത ശിക്ഷ എത്ര വലുതായി. അവിടെയാണ് നിനക്ക് പെശക് പറ്റിയത്. ദീനോ നെയ്വ അസ്മച്ഛാപം അർഹസ്. നമ്മുടെ ശാപം അവനെ കൊടുക്കരുതായിരുന്നു, അർഹിക്കണില്ല എന്ന് രാജാവ് പറഞ്ഞു. മഹർഷിക്ക് ആ പുത്രന് സങ്കടമാവുകയും ചെയ്തു. താൻ ചെയ്തത് തെറ്റായി എന്ന് അച്ഛൻ ബോധ്യപ്പെടുത്തി എന്നർത്ഥം. അപാപേഷുസ്വൃത്തേഷു ബാലേന അപക്വവൃത്തിന പാപം ഗതൽ ഭഗവാൻ സർവാത്മാ ചിന്തുമർഹസി. അർത്ഥം വ്യക്തമാണ്. ആ കുട്ടി ചെയ്തതായിട്ടുള്ള അറിവില്ലായ്മ രാജാവ് ക്ഷമിക്കണമേ, അല്ലെങ്കിൽ ഭഗവാൻ ക്ഷമിക്കണമേ. ദോഷം ഭഗവാൻ തരരുത്. തിരസ്കൃത വിപ്രലബ്ധ സപ്താക്ഷിപ്ത കഥാഭിവാനാസ്യ തൽപതി കുർവന്തി തദ്ഭക്ത പ്രഭവോഹിതി. തദ്ഭക്ത അവൻ്റെ ഭക്തന്മാർ നിന്ദിക്കപ്പെട്ടവനും വിപ്രലബ്ധ വഞ്ചിക്കപ്പെട്ടവരും ശപ്ത ശപിക്കപ്പെട്ടവരും ഉപദ്രവിക്കപ്പെട്ടവരും ഹനിക്കപ്പെട്ടവരുമായാലും പ്രഭവ അഭി സമർത്ഥനെന്നിരിക്കലും ഇതിന് പ്രതികാരം ചെയ്യുന്നില്ല. ശപിക്കുന്ന സ്വഭാവം നന്നല്ല എന്ന് പറയുകയാണ് ഇവിടെ. തത് ഭക്ത യഥാർത്ഥ ഭക്തന്മാർ എന്തു ചെയ്യും? ഒരിക്കലും മറ്റൊരാളോട് പ്രതികാരം ചെയ്യില്ല. എങ്ങനെ നീ പറഞ്ഞതൊക്കെ ചെയ്താലും മതി. നിന്ദിക്കപ്പെട്ടാലും വഞ്ചിക്കപ്പെട്ടാലും, വിപ്രലബ്ധ വഞ്ചിക്കപ്പെടുക, ശപ്ത ശപിക്കപ്പെടുക, ക്ഷിപ്ത ഉപദ്രവിക്കപ്പെടുക, ഹത കൊന്നാലും തിരിച്ചൊന്നും അവർ ചെയ്യില്ല. കഴിവുണ്ടാവും, കഴിവില്ലാഞ്ഞിട്ടല്ല ചെയ്യാത്തത്. അതുകൊണ്ട് കുട്ടി, നല്ല സജ്ജനങ്ങൾ ഒരിക്കലും ഒരാളിനോട് പ്രതികാര ബുദ്ധി പുലർത്തില്ല. അറിവില്ലാണ്ട് ചെയ്തതാവും, പോട്ടെ, നമ്മൾ ക്ഷമിക്കേണ്ട അറിവുള്ളവരെ എന്ന ഭാവമേ സജ്ജനങ്ങൾ കൈക്കൊള്ളാൻ പാടൂ. ഇതി പുത്രകൃതാഖേരസ്തോനുതപ്തോ മഹാമുനി സ്വയം വിപ്രകൃതോ രാജ്ഞാനേവാകം തഥചിന്തയൽ. പ്രകാരം ശമീകൻ തൻ്റെ പുത്രൻ്റെ അപരാധത്തെക്കുറിച്ച് ദുഃഖിച്ചു. കുട്ടിയെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിന് മഹാനായിട്ടുള്ള ആ മഹർഷി കുറ്റമായിട്ട് ഗണിച്ചില്ല എന്നാണ്. രാജാവ് ആ പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടു എങ്കിലും സ്വയം വിപ്രകൃതോ രാജ്ഞ നൈവാഹം തതിഞ്ചത്, അത് വലിയൊരു തെറ്റായിട്ട് കണ്ടില്ല. അതാണ് മഹാമനസ്കത. സോന തപ്തോ മഹാമുനി, മഹാനായിട്ടുള്ള മഹർഷി രാജാവിനാൽ ഉപദ്രവിക്കപ്പെട്ടിട്ടും തിരിച്ചൊന്നും മനസ്സിൽ കരുതിയില്ല. പുത്രനാണ് ശപിച്ചത്, മഹർഷി അതിനെ ക്ഷമിച്ചു. പ്രായശസ്സാധവോ ലോകേ പരേർദ്വന്ദ്വേഷു യോജിത ന വദന്തി ന കൃഷ്യന്തി യഥ ആത്മാ ഗുണാശ്രയ. മഹാന്മാരുടെ ഒരു ഗുണം പറഞ്ഞിരിക്കുക. അതെവിടെ സുഭാഷിതമായിട്ട് പറയാട്ടോ, അനവധി കിട്ടും ഭാഗവതം ഇങ്ങനെ തപ്പിയാൽ. പ്രായശ പ്രായണ ലോകേ, ലോകത്തിൽ സാധവ സാധുക്കൾ, പരേ പരന്മാരാൾ, ദ്വന്ദ്വേഷു യോജിത യോജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ദുഃഖിക്കുന്നില്ല. ന വ്യഥന്തി ന കൃഷ്യന്തി, നന്നായിട്ട് ചെയ്താൽ സന്തോഷിക്കില്ല, ശരിയല്ലാത്തത് ചെയ്താലോ ദുഃഖിക്കില്ല. പ്രായശ പ്രായേണ, സാധാരണയായിട്ട്, ലോകേ സാധവ, ലോകത്തിൽ സാധുക്കൾ, പരേർ ദ്വന്ദ്വേഷു യോജിത, പരന്മാർ ചെയ്ത ഉപദ്രവങ്ങളായാലും നന്മകളായാലും തിന്മകളായാലും
ന വ്യദന്തി ന ഗൃഷ്യന്തി, ദുഃഖത്തിൽ ദുഃഖിക്കുകയോ സന്തോഷത്തിൽ ഗൃഷ്യന്തി സന്തോഷിക്കുകയോ ചെയ്യുന്നില്ല. ആത്മാ ഗുണാശയ, ആത്മാവ് ഗുണങ്ങളെ ആശ്രയിച്ചവനല്ല. ഈ സുഖദുഃഖങ്ങളും ദ്വന്ദ്ങ്ങളും ആർക്ക് ബാധകമല്ല? ആത്മാവിന് ബാധകമല്ല. ഈ മഹാതത്വം സജ്ജനങ്ങൾ അറിയുന്നു. പാരായണം അടുത്ത ഭാഗത്താവാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.